ഹലോ, നമുക്കിപ്പോൾ ഈ സാധനത്തിന് ലൈനിങ് വെക്കണം. അതേപോലെ ഇതൊന്ന് തുന്നി സിബും കൂടി വെക്കാനാണ് തുടങ്ങുമ്പോൾ എൻ്റെ പ്ലാൻ. അങ്ങനെ എനിക്ക് തയ്ക്കാനൊന്നും അറിയില്ല. ലൈനിങ് വയ്ക്കാൻ വേണ്ടി തയ്ക്കണമല്ലോ. തയ്ക്കാനൊന്നും അറിയില്ല. ഞാൻ ഏതോ ഒരു ഷർട്ടിൻ്റെ പീസൊക്കെ എടുത്തിട്ട് വന്നത്. എന്ത് ചെയ്യും ഏത് ചെയ്യുന്നൊന്നും അറിയില്ല. ഒരു വട്ടം അമ്മയ്ക്ക് സാധനം നാശമാക്കി കൊടുത്തതാണ് തയ്യൽ മെഷീൻ. ഇനിയും നാശമാക്കി ചീത്ത കേൾക്കും. എന്നാലും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. നൂല് കോർക്കണോ പൊട്ടണോ. പിന്നെ അമ്മ പറഞ്ഞു ബാക്കി ആക്കിയിട്ടാണ്. അപ്പം ഞാൻ ഫ്രണ്ടിക്കാക്കി. മൊത്തത്തിൽ എന്തൊക്കെയോ ചെയ്തപ്പോൾ ഒന്ന് സെറ്റായിട്ട് വന്നു. പക്ഷെ കുറേ ഓട്ടയായിരുന്നു. അവിടെ ഇവിടെ ഒക്കെ ഓട്ടയായിരുന്നു. ഒന്നും മൊത്തം വട്ടത്തിലേക്ക് ചെയ്യാനേ കിട്ടില്ല. തയ്യലൊന്നാമത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഓവർ കോൺഫിഡൻസ് ആണല്ലോ നമ്മുടെ മെയിൻ. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു നോക്കിയപ്പോൾ ഫുൾ ഓട്ട. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കയറ്റുമെന്ന് അറിയാണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് വിട്ടു. അതിൽ വെച്ച് ചെയ്യുക, സിബ് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പങ്കപ്പാടൊക്കെ നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യില്ല. സിബിൻ്റെ രണ്ട് സൈഡും അടിക്കുന്നതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് ഭയങ്കര വലുതായിരുന്നു. എന്നിട്ട് ഞാൻ അത് പകുതിക്ക് മുറിച്ചിട്ട് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി അടിച്ചതാണ്. ഇനി സിബ് ഈ ബാഗിലേക്ക് എങ്ങനെ ഈ ബാഗ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുകയാണത്. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് നമ്മൾ ഒന്നും ഇല്ലാണ്ടായത്. അവസാനം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ രണ്ട് സൈഡും അങ്ങ് തയ്ച്ച് വെച്ച് ഒന്നും ചെയ്തില്ല. ക്രോഷ്യ വെച്ചിട്ട് തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് മൊത്തം ചെയ്തു. ലൈനിങ്ങും വെച്ചില്ല, സിബും വെച്ചില്ല. അവസാനം ഇങ്ങനെയുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടും കുറച്ചിട്ടും കാണിക്കുന്ന പ്രാന്താണ് നിങ്ങളിവിടെ കാണിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.